ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. രാധയുടെ മുന്നിൽ നിൽക്കുന്ന ഈശ്വരിയമ്മ ഒരു അതിശയത്തോടെ രാധയെ കാണുകയാണ്. ഏതായാലും വലിയ അതിശയമാണ്. സുഭദ്ര എങ്ങോട്ട് പോയെന്ന് നോക്കണ്ട, വളർന്നപ്പോൾ രാധയും സുഭദ്രയായി എന്ന് സാരം. അല്ല, എന്തും നേരിടാൻ സുഭദ്രയെ പോലെ ധൈര്യം നിനക്കും ഉണ്ടല്ലോ അല്ലേ എന്ന് ഈശ്വരിയമ്മ ചോദിച്ചപ്പോൾ രാധ പറയുന്നുണ്ട്, അതെനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ എന്തു വന്നാലും നേരിടാമെന്നൊരു ചിന്തയാണ് എനിക്ക്. അതിന് ധൈര്യം എന്ന് വേണമെങ്കിൽ വിളിക്കാമെന്ന് തോന്നുന്നു. വിളിക്കാമെന്നല്ല, അത് തന്നെയാണ് ധൈര്യം. നിന്റെ സിരകളിൽ ഓടുന്നത് ഭയത്തിൻ്റെ കലർപ്പ് കലരാത്ത രക്തമാണ്. തൃപ്പങ്ങോട്ടെ പ്രത്യേകതയാണ് അതിന്. നിന്റെ അച്ഛൻ്റെയും ചേച്ചിയുടെയും ഒക്കെ ഞരമ്പുകളിൽ പതഞ്ഞിരുന്നതും ഇതേ രക്തം തന്നെയാണ്. ധൈര്യമുള്ളിടത്ത് ശക്തിയുണ്ടാകും. മനസാന്നിധ്യവും ഈശ്വരചിന്തയും മുറുകെ പിടിച്ചോളൂ, ഒരു കുഴപ്പവും തനിക്ക് വരില്ല എന്ന് ഈശ്വരിയമ്മ പറഞ്ഞപ്പോൾ വേണു പറയുന്നുണ്ട്, ഭാവി അറിയുന്ന ആളല്ലേ ഈശ്വരിയമ്മ? പ്രവചന വരം കിട്ടിയവർ ആണോ? അറിയില്ല, എന്തോ മനസ്സിൽ തോന്നുന്നു, അത് പറയുന്നു, അത്ര തന്നെയെന്ന് ഈശ്വരിയമ്മ. അത് തന്നെയാണ് പ്രവചന ശക്തിയും. ഈശ്വരിയമ്മ പറയേ, എന്തായിരിക്കും ഇതിൻ്റെ പര്യവസാനം? ശുഭമാണോ ശാപമാണോ സംഭവിക്കാൻ പോകുന്നത് എന്ന് വേണു ചോദിച്ചപ്പോൾ ഒരു നിമിഷം ഈശ്വരിയമ്മ ആലോചിച്ച് നിൽക്കുന്നു. രാധയും ചോദിക്കുന്നുണ്ട്, പറ ഈശ്വരിയമ്മേ, എൻ്റെ മരണമാണോ അവസാനം? അത് കേട്ടപ്പോൾ ഈശ്വരിയമ്മ വേണുവിനെ ഒന്ന് നോക്കുന്നുണ്ട്. രാധ പറയുന്നു, എന്തായാലും തുറന്നു പറഞ്ഞോളൂ, കേട്ട് തയ്യാറാവാനാണ്. ചില കാര്യങ്ങൾ ഈശ്വരിയമ്മയുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നു. ആ സമയം അവിടെ ഇരുന്നിട്ട് ദേവിയെ ഒന്ന് തൊഴുകയാണ് ഈശ്വരിയമ്മ. എന്നിട്ട് ധ്യാനാവസ്ഥയിലിരുന്നു. ചില കാഴ്ചകൾ തൻ്റെ മനക്കണ്ണിൽ കാണുകയാണ് ഈശ്വരിയമ്മ. വരാനിരിക്കുന്നത് ഒരു സംഭവമല്ല, സംഭവ പരമ്പരകളാണ്. അത് നീ ഒരാളുടെ മാത്രം തലവര നിശ്ചയിക്കുകയോ ജീവിതഗതി മാറ്റുകയോ ചെയ്യുന്ന തരത്തിൽ ചുരുക്കപ്പെട്ട് കിടക്കുകയും അല്ല. ആകാശത്തിന് കീഴിൽ വിശാലമായ പരവതാനി വിരിക്കുന്നത് പോലെ അതിൻ്റെ കീഴിൽ ആരൊക്കെ വരാം, എത്ര പേരുണ്ടാവാം എന്നൊന്നും കൃത്യമായി ഇപ്പോഴേ പറയുക അസാധ്യം. പക്ഷേ ഒന്ന് മാത്രം പറയാം, നീ ചെയ്യാൻ പോകുന്ന ഈ ചടങ്ങ് ഒരു ദേശത്തിൻ്റെ മുഴുവനും തലക്കുറി വരയ്ക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയോ ഒന്നിലധികം വ്യക്തിയോ കണക്കിലെടുക്കുക സാധ്യമല്ല എന്നർത്ഥം. മറിച്ച് ഇനി മുതൽ തൃപ്പങ്ങോട്ട് ദേശം രാധയ്ക്ക് മുൻപെന്നും രാധയ്ക്ക് ശേഷമെന്നും അടയാളപ്പെടുത്താൻ പോകുകയാണ് എന്ന് നമുക്ക് പറയാം. ആ അടയാളപ്പെടുത്തൽ നിന്റെ ജയം കൊണ്ടാണോ മരണം കൊണ്ടാണോ സംഭവിക്കുക എന്ന് മാത്രം ഇനി നിശ്ചയിക്കേണ്ടതുള്ളൂ. ഇത് കേട്ട് രാധ പറയുന്നു, രണ്ടിൽ ഏതായാലും ഞാൻ തയ്യാറാണ് ഈശ്വരിയമ്മേ, ഞാൻ സ്വയം ബലിയാവാം. പക്ഷേ എനിക്ക് വേണ്ടി മറ്റുള്ളവർ ബലിയാക്കപ്പെടരുത്, അതാണ് എൻ്റെ സത്യപ്രതിജ്ഞയും. വേണു പറയുന്നു, രാധ ഉദ്ദേശിച്ചത് ആരെക്കുറിച്ചാണെന്ന് മനസ്സിലായി. എല്ലാവരും സുരക്ഷിതരാണ്, പക്ഷേ പ്രസാദ് മാത്രം ഇതുവരെ വന്നിട്ടില്ല. എത്ര അന്വേഷിച്ചിട്ടും എവിടെയാണെന്ന് ഒരു ഊഹവും കിട്ടിയിട്ടില്ല ഇതുവരെ. അതേക്കുറിച്ച് ഓർത്ത് ആരും വ്യാകുലപ്പെടേണ്ട. വക്കീല് പറഞ്ഞ് എനിക്ക് പ്രസാദിനെ അറിയാം. മുറിച്ചിട്ടാൽ മുറികൂടുന്ന ജാതിയാണ് അവൻ. ഒരു കാരാഗ്രഹ മതിലിനും അവനെ ബന്ധിക്കാൻ സാധിക്കില്ല. സമയമാകുമ്പോൾ ആള് പുറത്തു വരിക തന്നെ ചെയ്യും, നിനക്ക് വിശ്വസിക്കാം. അമ്മേ മഹാമായേ എന്ന് പറഞ്ഞ് ഈശ്വരിയമ്മ പ്രാർത്ഥിക്കുന്നു. ഒപ്പം വേണുവും രാധയും പ്രാർത്ഥിക്കുന്നുണ്ട്. തുടർന്ന് ചെയറിൽ കൃഷ്ണനെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ചെയറിൽ ഒരു ലൈറ്റർ മാത്രം ബാക്കി. കൃഷ്ണനെ കെട്ടിയിട്ടിരുന്ന കുറച്ച് കയറുകളും അതിനകത്ത് തന്നെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ കൃഷ്ണൻ തൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നു. വീട്ടിലാണെങ്കിൽ ആരും കാണാനില്ല. ഇതെന്താ, ഇവിടെ ആരും ഇല്ലേ? ഹരി, പുഷ്പേട്ട, മുരളി എന്നൊക്കെ അവിടെ ഇവിടേക്ക് നടന്ന് വിളിക്കുകയാണ് കൃഷ്ണൻ. ഇനിയിപ്പോൾ ഒരു നാട്ടിലേക്ക് പോയതായിരിക്കോ? ഡോറ് തുറക്കാൻ ഇപ്പോൾ എന്താ ഒരു വഴി എന്ന് കൃഷ്ണൻ ഇങ്ങനെ ആലോചിക്കുമ്പോൾ അവിടെ ഒരു ജനൽ തുറന്നു കിടക്കുന്നത് കാണുന്നുണ്ട്. കൃഷ്ണൻ്റെ ബെഡിൽ രാധയുടെയും കൃഷ്ണൻ്റെയും ആ പഴയ ബൊമ്മയും വെച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയോ താക്കോല് തപ്പിപ്പിടിച്ച് കതക് തുറന്നിട്ട് അകത്തേക്ക് കയറിയിരിക്കുകയാണ് കൃഷ്ണൻ. അകത്തേക്ക് കയറിയ കൃഷ്ണൻ കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചു. ബെഡിലേക്ക് നോക്കിയതും 2 പാവകൾ അവിടെ ബെഡിലിരിക്കുന്നു. അത് കണ്ട് പെട്ടെന്ന് ആ ജഗ് അവിടേക്ക് വെച്ചിട്ട് ആ പാവയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് കൃഷ്ണൻ. ആ പാവ രണ്ടും അതിശയത്തോടെ ഇങ്ങനെ നോക്കി നിന്നു. 2 പാവയും തൻ്റെ കയ്യിലെടുത്തിട്ട് ആ പാവയിലേക്ക് തന്നെ ഇങ്ങനെ സങ്കടത്തോടെ നോക്കുന്നുണ്ട്. തൻ്റെ രാധ ഇതുവരെ തൻ്റെ അടുത്തുണ്ടായിട്ട് ഒന്ന് കാണാൻ പോലും സാധിക്കാത്തതിൻ്റെ വിഷമമാണ് അതിലൂടെ കൃഷ്ണൻ കാണുന്നത്. മേഘനാഥൻ പറഞ്ഞ കാര്യം ഇപ്പോൾ കൃഷ്ണൻ ആലോചിക്കുന്നു. ഇത്രയും നാൾ എൻ്റെ കൂടെ ഉണ്ടായിട്ടും എനിക്കൊന്ന് തിരിച്ചറിയാൻ പറ്റാണ്ട് പോയല്ലോ. അഞ്ജലിക്ക്, അതായത് രാധയ്ക്ക് പലവട്ടം താൻ വാക്ക് കൊടുത്ത കാര്യവും ഇപ്പോൾ കൃഷ്ണൻ ആലോചിക്കുന്നുണ്ട്. തൻ്റെ രാധയ്ക്ക് തന്നെയാണ് വാക്ക് കൊടുത്തത് എന്ന് അന്നും കൃഷ്ണൻ അറിഞ്ഞിരുന്നില്ലായിരുന്നു. അവരുടെ വിവാഹവും ആലോചിക്കുകയാണ്. എന്നാൽ ഇതേ സമയം തൻ്റെ പഴയ കാലത്തെ വിവാഹവും ആലോചിക്കുന്നുണ്ട്. അന്ന് വിവാഹിതരായതുപോലെ ഇപ്പോഴും ഒരു തുളസിമാല അണിഞ്ഞാണ് ഇവർ വിവാഹം കഴിച്ചില്ല, എന്നാലും വിവാഹം കഴിച്ചതുപോലെ എല്ലാവരെയും വിശ്വസിപ്പിച്ചിരുന്നത്. ആ സമയം ഒരു ഫോൺ കോൾ വരുന്നുണ്ട് കൃഷ്ണന്. വിളിച്ചത് മറ്റാരുമല്ല, മുരളി തന്നെ. ഹോ, എൻ്റെ ദൈവമേ, ഒന്ന് ആളെ കിട്ടിയല്ലോ. എവിടെയാ ഇതുവരെ? ഞങ്ങൾ എന്തുമാത്രം വിളിച്ചെന്നറിയോ എന്ന് മുരളി പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു, ഫോൺ ബെഡ്റൂമിൽ മറന്നു വെച്ചതായിരുന്നു.
ഞാനിപ്പോൾ വീട്ടിലെത്തിയതേ ഉള്ളൂ, നിങ്ങൾ എവിടെയാണ്? സ്പീക്കറിലിടാൻ ഹരി പറയുന്നുണ്ട്. അങ്ങനെ മുരളി സ്പീക്കറിലിട്ടു. വീട് പൂട്ടിയിരുന്നുകൊണ്ട് കിച്ചണിലുണ്ടായിരുന്ന സ്പെയർ കീ ഉപയോഗിച്ച് വീട് തുറന്നു. ഞങ്ങൾ നാട്ടിലെത്തിയിട്ട് അച്ഛൻ വരാൻ പറഞ്ഞതല്ലേ എന്ന് മുരളി പറഞ്ഞപ്പോൾ ആരൊക്കെയുണ്ട് കൂടെയെന്ന് കൃഷ്ണൻ ചോദിക്കുന്നു. എല്ലാവരും ഉണ്ട്, അഞ്ജലി എടുത്തി മാത്രം കൂടെയില്ല എന്ന് മുരളി. എനിക്കറിയാം എന്ന് രാധ പറഞ്ഞപ്പോൾ എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ മുരളി പറയുന്നു, വല്യേട്ടൻ അറിയാത്ത കുറേ കാര്യങ്ങളും കൂടിയുണ്ട്. ഈ ഏട്ടത്തിയും ആരതിയും ആരെയും യഥാർത്ഥത്തിൽ അവരല്ല. തൃപ്പങ്കോട്ടെ സുഭദ്രാമയുടെ അനുജത്തിമാരാണ്, പേര് പോലും വേറെയാണ്. അപ്പോൾ എല്ലാവരും എല്ലാം അറിഞ്ഞുവല്ലേ? നന്നായി എന്നെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ ഹരി ചോദിക്കുന്നു, വല്യേട്ടൻ എല്ലാം അറിയാമായിരുന്നു എന്ന്. ഞാൻ ഇന്നലെയാണ് അറിയുന്നത്. എന്തായാലും നിങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ടല്ലോ, അത് തന്നെ സമാധാനം എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ മുരളി ടെൻഷനോടെ പറയുന്നു, ഏട്ടാ അഞ്ജലി തൃപ്പങ്കോട്ടെ ക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞാൽ പോയത്. പക്ഷേ മേഘനാഥൻ ചേച്ചിയെ ഉപദ്രവിക്കുമെന്നാണ് എല്ലാവരുടെയും പേടി. ഇല്ല മുരളി, ഒരു മേഘനാഥനും തൊടില്ല എൻ്റെ പെണ്ണിനെ, അത് ഞാൻ നോക്കിക്കോളാം. അതിനായിട്ട് ഇപ്പോൾ തന്നെ ഞാൻ പുറപ്പെടുകയാണ്. എത്രയും പെട്ടെന്ന് ഞാൻ അവിടെ എത്തും. നീ ഫോൺ വെച്ചോ, നമുക്ക് നേരിട്ട് കാണാമെന്ന് കൃഷ്ണൻ. ഫോൺ വെച്ചതിന് ശേഷം മുരളി സമാധാനത്തോടെ ഹരിയോട് പറയുന്നു, എന്തായാലും ഏട്ടൻ വരുമല്ലോ, സമാധാനമായി. ഫോൺ വെച്ചതിന് ശേഷവും പിന്നെയും ആ ബൊമ്മ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കൃഷ്ണൻ. തനിയെ യുദ്ധം ചെയ്യാൻ പോയിരിക്കുകയാണല്ലേ, വിട്ട് കളയില്ല, കൂടെ ഉണ്ടാവും ഞാൻ. രണ്ടു പാവയും തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കൃഷ്ണൻ. ഇതേസമയം ചന്ദ്രനും രുക്മിണിയും ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ അവിടേക്ക് ആരതിയും പുഷ്പൻ ചേട്ടനും ഹരിയും മുരളിയും എത്തി. കൂടെ അച്ചൂട്ടനും. എല്ലാവരെയും കൊണ്ടുവന്നിട്ടുണ്ട്. ചന്ദ്രേട്ടൻ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറയാം എന്ന് പുഷ്പൻ ചേട്ടൻ പറഞ്ഞപ്പോൾ ചന്ദ്രൻ പറയുന്നു, കൃഷ്ണനും രാധയും കൂടി വരണമായിരുന്നു, എങ്കിലേ പൂർണ്ണതയാകൂ. ഏട്ടൻ വരുമെന്ന് പറഞ്ഞല്ലോ, ഏട്ടൻ പറഞ്ഞതാണ് വരും എന്നുള്ള കാര്യം ഉറപ്പാണെന്ന് മുരളി. വലിയച്ചിയും വരുമെന്ന് ഉറപ്പാണെന്ന് ആരെയും പറയുന്നു. അറിയാം, പക്ഷേ അതിനു മുമ്പ് എൻ്റെ മുന്നിൽ അവർ ഒരുമിച്ച് വരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അഞ്ജലിയാണ് രാധയെന്ന് എൻ്റെ നാവിന്ന് എൻ്റെ മകൻ അറിയണമായിരുന്നു. ഇരിക്കട്ടെ ഹരി പറയുന്നു, വലിയേട്ടനെ അത് അറിയാമെന്ന് വെച്ചാ എന്നോട് പറഞ്ഞത്. അതാ എല്ലാം അറിഞ്ഞ ഭാവത്തിലെ ഏട്ടൻ സംസാരിച്ചത് എന്ന് മുരളി. എങ്കിൽ പിന്നെ എല്ലാം വെച്ച് താമസിക്കണോ ചന്ദ്രേട്ട, കാര്യങ്ങൾ തുറന്ന് പറഞ്ഞൂടെ എന്ന് രുക്മിണി പറഞ്ഞപ്പോൾ പുഷ്പൻ ചേട്ടൻ പറയുന്നു, എന്ത് കാര്യം ചന്ദ്രേട്ട, എന്തോ സീരിയസ് ആയിട്ടുണ്ടല്ലോ. അച്ഛന് പറയാൻ മടി കാണും, ഞാൻ പറഞ്ഞേക്കാമെന്ന് രുക്മിണി. എല്ലാവരും സംശയത്തോടെ പരസ്പരം നോക്കി നിൽക്കുന്ന സമയം രുക്മിണി പറയുന്നു, നിങ്ങളുടെ വിവാഹകാര്യമാണ്. ഞങ്ങളുടെ വിവാഹകാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? തെളിച്ച് പറയുന്ന ഹരി. അതെ തെളിച്ച് പറ, ഞങ്ങളെ കൺഫ്യൂഷൻ ആക്കലേ എന്ന് മുരളിയും. ഇതിൽ കൺഫ്യൂഷന്റെ കാര്യമൊന്നുമില്ല. എൻ്റെ 3 ആൺമക്കളുടെയും വിവാഹം നടത്താൻ ഞാൻ തീരുമാനിച്ചു. എന്താ അഭിപ്രായ വ്യത്യാസമുണ്ടോ നിങ്ങൾക്ക് എന്ന് ചന്ദ്രേട്ടൻ പറഞ്ഞതും സന്തോഷത്തോടെ നിൽക്കുകയാണ് എല്ലാവരും. നാണത്തോടെ ആരതിയും നിൽക്കുന്നു. അതെ അച്ഛാ, എൻ്റെ കല്യാണം കഴിഞ്ഞതാണെന്ന് മുരളി പറഞ്ഞപ്പോൾ ചന്ദ്രൻ പറയുന്നു, ഒളിച്ചും പാഴത്തമുള്ള താലികെട്ടലല്ല വേണ്ടത്, 4 ആൾ അറിഞ്ഞു വേണം പുടവ കൊടുക്കാൻ. നീ മാത്രമല്ല, കൃഷ്ണനും ഹരിയും അങ്ങനെ തന്നെ. ചുളിവിൽ ഹരിയുടെയും ആര്യയുടെയും കാര്യം ഇപ്പോൾ ഒരു തീരുമാനത്തിലായി വന്നിരിക്കുന്നു. അല്ല, ഞാൻ ആരെ കല്യാണം കഴിക്കണമെന്ന് അച്ഛൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഹരി ചോദിക്കുന്നുണ്ട്, ഒന്നും മനസ്സിലാകാത്തതുപോലെ. മതി ഇനി പൊട്ടം കളിയൊന്നും വേണ്ട, കുറെ കളിപ്പിച്ചോ, അത് കഴിഞ്ഞു, ഇനി മതിയാക്കാം എന്ന് ചന്ദ്രൻ. നീയും സൗഭാഗ്യവും തമ്മിലുള്ള കല്യാണമാണ് ഞാൻ തീരുമാനിച്ചതെന്ന് ചന്ദ്രൻ പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ നിൽക്കുകയാണ് ആര്യയും ഹരിയും. അതുപോലെ മുരളിയും ദർശനയും തമ്മിലും കൃഷ്ണനും രാധയും തമ്മിലുള്ള വിവാഹവും നടക്കണം, ഒരേ പന്തലിൽ വെച്ച് തന്നെ. അയ്യോ അച്ഛാ, അത് വേണ്ടച്ചാ എന്ന് ഹരി പറഞ്ഞപ്പോൾ രുക്മിണി ചോദിക്കുന്നു, എന്ത് വേണ്ടെന്നാ നിങ്ങൾക്കപ്പോൾ വിവാഹം വേണ്ടേ? അത് വേണം, പക്ഷേ ആര്യയെ സൗഭാഗ്യം എന്ന് വിളിക്കുന്നത് കേട്ടപ്പോഴേ എന്തോ പോലെ. ആ പേര് ഉപയോഗിക്കേണ്ടെന്നേ ഞാൻ പറഞ്ഞോളൂ എന്ന് ഹരി. നീ ഒന്ന് മിണ്ടാതിരിക്കുക ഹരി, ചന്ദ്രേട്ടനെല്ലാം ഒന്ന് കരയ്ക്ക് അടുപ്പിക്കുമ്പോഴാ അവൻ്റെ ഒരു കോമഡി. സോറി അച്ഛാ എന്ന് ഹരി, നിന്റെ കളി കുറെ കൂടുന്നുണ്ട് എന്ന് പറഞ്ഞ് ചന്ദ്രൻ അവിടെ നിന്ന് മെണീറ്റു. എന്തായാലും രാധയുടെ കാര്യത്തിലാണ് എൻ്റെ പേടി മുഴുവനും. ഉടവാള പൂജയ്ക്ക് എത്തിയാൽ എന്തൊക്കെയോ സംഭവിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് നല്ലതാണോ ചീത്തയാണോ എന്ന് അറിഞ്ഞിട്ട് വേണം ഒരു തീരുമാനമെടുക്കാൻ. നല്ലതേ സംഭവിക്കൂ എന്ന് വിചാരിക്കുക ചന്ദ്രേട്ട എന്ന് രുക്മിണി പറഞ്ഞപ്പോൾ ചന്ദ്രൻ പറയുന്നു, വിചാരിക്കലല്ല, നല്ലതേ സംഭവിക്കാവൂ എന്നാണ് പ്രാർത്ഥന. പക്ഷേ നമ്മൾ ആഗ്രഹിക്കാത്തടത്താവും കാര്യങ്ങൾ എത്തുക എന്നാണ് ഒരു സംശയം. എതിരെ നിൽക്കുന്ന ശത്രു കോട്ടയ്ക്കൽ മേഘനാഥനാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ പേടി. അത് കേട്ട് എല്ലാവരും ടെൻഷനോടെ തന്നെയാണ് നിൽക്കുന്നത്. ഇതേസമയം തൃപ്പങ്ങോട്ട് വീട്ടിൽ മേഘനാഥൻ കുറച്ച് ഗുണ്ടകളെയും ഏർപ്പാടാക്കി നിർത്തിയിരിക്കുന്നുണ്ട്. ആ രാധ എവിടെയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കൃത്യമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്ന് മേഘനാഥൻ്റെ ആൾക്കാരിൽ ഒരാൾ പറയുന്നുണ്ട്. ആ മണിച്ചിനെ അയച്ചിരിക്കുന്നത് അതിനാണെന്ന് മേഘനാഥനും. അയാൾ ഉടനെ എത്തും, അതുവരെ ഒന്ന് ക്ഷമിക്കാൻ മേഘനാഥൻ പറയുന്നു. ഞാൻ എത്തിയെന്ന് പറഞ്ഞ് മണിച്ചിനും അവിടെ എത്തി. എത്ര നേരമായിട്ട് തന്നെ നോക്കിയിരിക്കായിരുന്നു, എവിടെയായിരുന്നു താൻ എന്ന് മേഘനാഥൻ ചോദിച്ചപ്പോൾ മണിച്ചൻ പറയുന്നുണ്ട്, അത്ര എളുപ്പം കണ്ടുപിടിക്കുന്ന ജോലിയാണോ സാർ എന്നെ ഏൽപ്പിച്ചത്? എന്തെല്ലാമാണ് അന്വേഷിക്കാനും കണ്ടെത്താനും ഉണ്ടായിരുന്നത്? അതും നേരിട്ട് പോയത് മറ്റു ചിലരെ ഉപയോഗിച്ചിട്ട്
ശരി ശരി, എന്നിട്ട് താൻ എന്തെല്ലാം അന്വേഷിച്ച് കണ്ടുപിടിച്ചു, ആദ്യം അത് പറ, കേൾക്കട്ടെ എന്ന് മേഘനാഥൻ. സർ, ഈ ചന്ദ്രമോഹന്റെ വീട്ടിൽ പ്രസാദ് ഒഴിച്ചുള്ള മക്കൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. അവർക്കൊപ്പം രാധയുടെ അനുജത്തിമാരുണ്ട്. പക്ഷേ രാധ മാത്രം ആ വീട്ടിൽ ഇതുവരെ ചെന്നിട്ടില്ല എന്ന് മനുഷ്യൻ പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു, ഇത് ഞാൻ പ്രതീക്ഷിച്ചതാ. പ്രസാദ് ഒരിക്കലും ഇവിടേക്ക് വരില്ലെന്ന് എനിക്കറിയാം. അവന്റെ കുരുതി ഞാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. പക്ഷേ രാധ, അവൾ ആ വീട്ടിൽ ചെന്നില്ലെങ്കിൽ വക്കീല് അവളെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെയുള്ളത് ആ ചന്ദ്രൻമോഹന്റെയും രുക്മിണിയുടെയും തീരുമാനമാണ്. പ്രസാദിന്റെ അനിയന്മാരെ കൊണ്ട് രാധയുടെ അനിയത്തിമാരെ കല്യാണം കഴിപ്പിക്കാനാണ് നീക്കം. ഉത്സവം കഴിഞ്ഞാൽ കൃഷ്ണപ്രസാദിന്റെയും രാധകുഞ്ഞിന്റെയും കല്യാണം ഇവിടെ ഈ തൃപ്പങ്ങോട്ട് വീട്ടിൽ വെച്ച് ഗംഭീരമായി ആഘോഷിക്കുമെന്നൊരു സ്തുതി കേൾക്കുന്നുണ്ട് എന്ന് മനുഷ്യൻ പറഞ്ഞതും കളിയാക്കി പൊട്ടിച്ചിരിക്കുകയാണ് മേഘനാഥൻ. രാധയുടെയും കൃഷ്ണപ്രസാദിന്റെയും വിവാഹം, അത് ഈ തൃപ്പങ്ങോട്ട് തറവാട്ടിൽ വെച്ച് ഒന്നും നടക്കില്ല മണിച്ച, നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. രാധയുടെ സ്വപ്നം ഞാൻ എറിഞ്ഞുടച്ച് കാണിച്ചു തരാം. ഇനി ഇവിടുത്തെ മണിയറ ഒരുങ്ങുന്നത് അവളുടെ അനിയത്തിക്കുട്ടികൾക്ക് വേണ്ടിയായിരിക്കും. വരൻ ഈ മേഘനാഥനും. അപ്പോൾ അച്യുതോ സാറിന് വലിയ വാത്സല്യമായിരുന്നല്ലോ, അവരെ എന്ത് ചെയ്യാൻ ഉദ്ദേശം എന്നെ മണിച്ചൻ ചോദിച്ചതും അച്ചൂട്ടനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആലോചിക്കുകയാണ് മേഘനാഥൻ. അതൊരു ചെറിയ സങ്കടമുള്ള കാര്യമാണ്. പക്ഷേ പൊന്നിന്റെ സൂചിയാണെങ്കിലും കണ്ണിൽ കുത്തിയാൽ കാഴ്ച പോകുന്നു എന്നാണ് പ്രമാണം. പാമ്പിന്റെ കുഞ്ഞ് പാമ്പ് തന്നെയാണ്. ഇന്ന് വെറുതെ വിട്ടാൽ നാളെ വളർന്ന് പത്തി വിടർത്തും. അതുകൊണ്ട് അയ്യോ, അവനെ കൊല്ലോ ഞാൻ കരുതിയത് എന്ന് വിഷമത്തോടെ മനുഷ്യൻ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ മേഘനാഥൻ പറയുന്നു, താനൊന്നും കരുതണ്ട. അവന്റെ പേര് അച്യുത് എന്നാണ്. രാധയുടെയും പ്രസാദിന്റെയും മകൻ അച്യുത്, അല്ലാതെ ഈ കോട്ടയ്ക്കൽ മേഘനാഥിന്റെ മകൻ കാശിനാഥൻ എന്നല്ല. മനസ്സിലായോ തനിക്ക്? അവിടേക്ക് മേഘനാഥന്റെ മറ്റൊരു ആളെത്തിയിട്ടുണ്ട്. ഒരു വിവരം പറയാനാണ് അയാൾ എത്തിയിരിക്കുന്നത്. ഒരു കാര്യം മേഘനാഥന്റെ ചെവിയിൽ പറയുകയാണ് അയാൾ. അപ്പോൾ എൻ്റെ നിഗമനം കറക്റ്റാണ്. ഇപ്പോഴും ആ വക്കീലിന്റെ കൂടെ അവന്റെ തറവാട്ട് വീട്ടിലാണ് രാധ. മനുഷ്യൻ പറയുന്നു, വക്കീല് ബുദ്ധിമാനാണ്. മുഹൂർത്തം നോക്കി കൃത്യസമയത്തെ രാധയെ ശ്രീമൂലം സ്ഥാനത്തേക്ക് കൊണ്ടുവരത്തുള്ളൂ. അവിടെ ആൾക്കൂട്ടത്തിനകത്തായതുകൊണ്ട് സാറ് അവിടെ വെച്ച് അവളെ ഒന്നും ചെയ്യില്ലെന്ന് അവനറിയാമെന്ന് മനുഷ്യൻ. കറക്റ്റ്. പക്ഷേ അവനേക്കാൾ ബുദ്ധിമാനായിരുന്നു അവന്റെ അച്ഛൻ വലിയ വക്കീൽ പത്മനാഭൻ. അയാളുടെ അവസാനം എന്താണെന്ന് മനുഷ്യൻ അറിയാലോ. എൻ്റെ ഈ കൈകൊണ്ട്, ഇതേ കൈകൊണ്ട് ഇവന് ഞാൻ വിധിക്കുന്നത് അതിനേക്കാൾ വലിയ ദുർവിധിയായിരിക്കും. ഡാ ഇവരെ കൊണ്ട്. ഇനി നിങ്ങളുടെ അവസരമാണ്. വേണമെങ്കിൽ കൂടുതൽ ആൾക്കാരെ വിളിച്ചോളൂ എന്ന് അവരോട് പറയുകയാണ് മേഘനാഥൻ. എത്രയാ വേണ്ടതെന്ന് സാറ് പറഞ്ഞാൽ മതി എന്ന് അതിൽ ഒരാൾ പറയുന്നു. പറയാം, രാധയും വക്കീലിനെയും ഒളിച്ചു താമസിക്കാൻ ഏറ്റവും സാധ്യതയുള്ള സ്ഥലം അവരുടെ തറവാട് തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത്. സ്ത്രീമൂലം സ്ഥാനത്തെ ചടങ്ങുകൾ പങ്കെടുക്കാൻ വേണ്ടി ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ഥലവും അത് തന്നെയാണ്. ക്ഷേത്രത്തിന്റെ പിന്നിലായുള്ള പറമ്പും വക്കീലിന്റെ വീടും രാധയെ ഏറ്റവും സുരക്ഷിതമായി സ്ത്രീമൂലത്തേക്ക് കൊണ്ടുവരാൻ ഇത്രയും സൗകര്യമുള്ള മറ്റൊരു സ്ഥലം അവിടെയില്ല. അതുകൊണ്ട് നിങ്ങൾ ക്ഷേത്രത്തിന്റെ പിൻവശം തേടി ജാഗ്രതയോടെ നിൽക്കണം. എപ്പോൾ വേണമെങ്കിലും വക്കീൽ രാധയും കൂട്ടി അതിലേക്കൂടെ വരാം. പിൻവശം വഴി ക്ഷേത്രത്തിന്റെ സ്ത്രീമൂലം സ്ഥലത്തേക്ക് പ്രവേശിക്കാനാണ് സാധ്യതയെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണം. ഒരു കാരണവശാലും രാധ സ്ത്രീമൂലം സ്ഥാനത്ത് പ്രതീക്ഷിക്കുകയോ ചടങ്ങുകൾ നടക്കുകയോ ചെയ്യരുത്. അതിന് ഏതറ്റം വരെയും പോകാം. എന്തു വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, മനുഷ്യക്കുരുതി വരെ. ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് എല്ലാവരും. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.